പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം പഠിക്കാൻ ഒരിക്കൽ കൂടി ദൈവം നമുക്ക് തരുന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം എന്ന അമൂല്യമായ നിധി നിക്ഷേപങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചന ഭാഗത്ത് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന ആ രംഗമാണ് നാം പഠിച്ചുകൊണ്ടിരുന്ന വിഷയം. ആ ഭാഗത്ത് 17 വാക്യങ്ങൾ നാം മനസ്സിലാക്കി. തുടർന്ന് 18-ാമത്തെ വാക്യം മുതൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കാം. മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഒരിക്കൽ കൂടി അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. 18-ാമത്തെ തിരുവചനം, യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ ഈ 20-ാമത്തെ വാക്യം വരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചത്. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ ശരീരമാകുന്ന ആലയത്തിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് നമ്മെ ഈശോ പഠിപ്പിച്ചു തരികയാണ്. അവനിത് ചെയ്യാനുള്ള ആധികാരികത അവൻ്റെ ഉത്ഥാനമാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് താൻ. അതുകൊണ്ട് ആരാധനാവിധികളെ വ്യത്യാസപ്പെടുത്തുവാൻ തനിക്ക് അധികാരമുണ്ടെന്ന് യേശു അവരോട് പറയാതെ പറയുന്നു, പരോക്ഷമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതിന് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം, ഉത്ഥാനമെന്ന ആ മഹത്തായ അനുഭവത്തിന് ശേഷം ഈ സംഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും അവൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ഓർമ്മിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് എന്ന് അവൻ്റെ ശിഷ്യന്മാർ ഉത്ഥാനത്തിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു, അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചു, വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള 1-2 റിമാർക്കുകൾ. ഒന്നാമത്തേത്, നമ്മൾ ഈ ആദ്യത്തെ 12 അധ്യായങ്ങളിൽ കാണാൻ പോകുന്നത് അടയാളങ്ങളാണ്. ഞാൻ പറഞ്ഞിരുന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ ഗ്രന്ഥമാണ്, ബുക്ക് ഓഫ് സയൻസ്. അടയാളങ്ങളുടെ ഈ ഗ്രന്ഥത്തിൽ പ്രധാനമായും 6 അടയാളങ്ങളാണ് വിവരിക്കുന്നത്. ഓരോ അടയാളമായി നാം മനസ്സിലാക്കി വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ പറയാം. ഇങ്ങനെ 6 അടയാളങ്ങൾ കഴിഞ്ഞ് 7ാമത് ഒരടയാളം കൂടിയുണ്ട്. ഞാനിത് പറയുമ്പോൾ അടയാളങ്ങൾ എന്താണ് എന്ന് ഞാൻ മുൻപ് പ്രസ്താവിച്ച കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളിതിനെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാൻ. അപ്പോൾ നാം കാണുകയാണ്, ഇവിടെ ഈ കർത്താവ് ഈശോ മിശിഹാ ചെയ്തതായി യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ് 6 അടയാളങ്ങൾ. ആ 6 അടയാളങ്ങൾക്ക് ശേഷം 7ാമത്തെ അടയാളമാണ് ഏറ്റവും വലിയ അടയാളം. അപ്പോൾ യോഹന്നാൻ വിവരിക്കുന്ന 7ാമത്തെ അടയാളം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6 അടയാളങ്ങൾ കഴിഞ്ഞ് 7ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അടയാളം യേശുവിൻ്റെ ഉത്ഥാനമാണ്. അപ്പോൾ അത് മറന്നു പോകാനായിട്ട് പാടില്ല. ഈശോയുടെ ഉത്ഥാനമാണ് 7ാമത്തെ അടയാളം.
രണ്ടാമതായിട്ട് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, കർത്താവ് ഈശോ മിശിഹ പറയുകയാണ്, അതായത് ഈ ദേവാലയം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ്. എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ് കർത്താവിൻ്റെ ആലയം. ഇത് യോഹന്നാൻ എടുത്ത് അങ്ങനെ പറയുന്നില്ല. മറ്റ് സുവിശേഷങ്ങളിലാണ് നമ്മളത് കാണുന്നത്. എന്നാൽ നമ്മളതിനെ ഈ ദേവാലയത്തിൽ നിന്ന് യേശു എന്തുകൊണ്ട് കച്ചവടക്കാരെ പുറത്താക്കി എന്നതിന് മറ്റ് സുവിശേഷങ്ങളുടെ പിൻബലത്തിൽ ഈ ആശയം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കർത്താവ് ഈശോ മിശിഹായ്ക്ക് സഭയെക്കുറിച്ച്, കർത്താവ് ഈശോ മിശിഹായി ഈശോയ്ക്ക് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ഒരു വേവലാതി ഈ വാചകത്തിനകത്തുണ്ട്. അതായത് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാൻ മുൻപ് ഒന്ന് പരാമർശിച്ച് പോയിരുന്നു. അതായത് എപ്പോഴാണ് ഈശോ ചാട്ടവാർ എടുക്കുന്നത്? ഈ ദേവാലയത്തിന് വിവിധ കോർട്ട് റൂമുകൾ, വിവിധ കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് വിജാതീയർ നിൽക്കുന്ന സ്ഥലമുണ്ട്, സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലമുണ്ട്, ലേവ്യർ നിൽക്കുന്ന സ്ഥലമുണ്ട്, പുരോഹിതർ നിൽക്കുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ വിവിധ കമ്പാർട്ട്മെൻറ്റുകൾ, വിവിധ പോർഷൻസ് ദേവാലയത്തിൻ്റെ സ്ട്രക്ചറിലുണ്ട്. നമ്മുടെ ഒരു പള്ളി പോലെ ഇങ്ങനെ നീളത്തിൽ അങ്ങനെയല്ല നാം ജെറുസലേം ദേവാലയത്തെ കാണേണ്ടത്. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരോ വശങ്ങളിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഡിഫറൻറ്റ് കോർട്ടുകളുണ്ട്. അപ്പോൾ ഈ കച്ചവടം നടന്നിരുന്നത് എവിടെയായിരുന്നു? കച്ചവടം നടന്നിരുന്നത് ജെൻഡായിൽ കോർട്ട് എന്ന് വിളിക്കപ്പെട്ട സ്ഥലത്താണ്, വിജാതീയരുടെ സ്ഥലം. എന്ന് പറഞ്ഞാൽ ഈ യഹൂദരല്ലാത്തവർ, ദൈവത്തെ തേടിയെത്തുന്ന വിജാതീയരായ ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി റിസർവ് ചെയ്തിരുന്ന ആ ജെൻഡായിൽ കോർട്ടിലാണ് ഈ കച്ചവടങ്ങളെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരുന്നത്. കർത്താവ് ഈശോ മിശിഹ ചാട്ടവാർ എടുക്കുന്നത് ഈ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ജനം ദൈവത്തെ തേടിയെത്തുമ്പോൾ ആ ദൈവത്തെ കണ്ടുമുട്ടാനായി, ആ മീറ്റിംഗ് പോയിൻ്റായി അവർക്ക് റിസർവ് ചെയ്തിരുന്ന ആ സ്ഥലത്ത് കച്ചവടം നടത്തിയിരുന്ന ഒരു വ്യവസ്ഥിതിക്കെതിരെയാണ് കർത്താവ് ഈശോ മിശിഹ ചാട്ടവാർ എടുക്കുന്നത്. അതായത് ഈ സകല ജനതയെയും ദൈവം മീറ്റ് ചെയ്യാൻ വേണ്ടി, എല്ലാ ജനങ്ങളെയും ദൈവം കണ്ടുമുട്ടാൻ വേണ്ടി കർത്താവ് റിസർവ് ചെയ്തിരുന്ന സ്ഥലത്ത്, എല്ലാ ഭാഷകളിൽ നിന്നും വരുന്ന ജനം നിന്ന് അവർ ദൈവവുമായി കണക്റ്റഡ് ആവുന്ന ഒരു സ്ഥലത്താണ് ഈ കച്ചവടം തകൃതിയായി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് കർത്താവ് ചാട്ടവാർ എടുക്കുന്നത്. അതായത് ഈ യഹൂദന്മാരെ കർത്താവ് അവരുടെ രൂപീകരണത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ തന്നെ കർത്താവ് ദൈവം ഈ യഹൂദന്മാരെ കണ്ടിരുന്നത് ജനതകളുടെ പ്രകാശമായിട്ടാണ്. ലൈറ്റ് ഓഫ് ദി നേഷൻസ്, അതായത് സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു പ്രകാശമാണ് യഹൂദരിലൂടെ കർത്താവ് അവതരിപ്പിച്ച രക്ഷ. ഞാൻ ഈ ബൈബിളിൻ്റെ ആമുഖം, ബൈബിൾ പഠിക്കുന്നതിനൊരു ആമുഖം എന്ന പേരിൽ ഒരു 3-3.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അതിൻ്റെ ആരംഭത്തിൽ ഞാൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട്, സാമാന്യം വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് യഹൂദന്മാരെ ദൈവം കൊണ്ട് നിർത്തിയ ജിയോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് ലോകത്തിൻ്റെ ഒരു മധ്യഭാഗത്താണ്. ലോകത്തിൻ്റെ മധ്യഭാഗത്തുനിന്ന് മാത്രമല്ല, നസറത്ത് എന്നൊക്കെ പറയുന്നത് ക്രോസ് റോഡിലായിരുന്നു. ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ വരുന്ന ജനതകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ക്രോസ് റോഡായിരുന്നു യഥാർത്ഥത്തിൽ നസറത്ത് എന്ന് പറയുന്ന ആ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്ന ആ മേഖല. നസറത്തിലെ ഒരു കുന്നിൽ നിന്ന് നോക്കുന്ന ഒരു ചെറുപ്പക്കാരന് ലോകം താഴെ കൂടി കടന്നു പോകുന്നത് കാണാമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യഹൂദനെ ദൈവം കൊണ്ടു നിർത്തിയത് ഈ സകല ജനതകളും വന്ന് സംഗമിക്കുന്ന ഒരു സംഗമ ബന്ധുവിലാണ്. അപ്പോൾ ജിയോഗ്രഫിക്കലി അങ്ങനെ യഹൂദനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. യഹൂദരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ലോകത്തിലെ മറ്റ് ജനതകൾക്ക് മാതൃകയാകണമായിരുന്നു. അല്ലെങ്കിൽ മറ്റ് ജനതകളോട് ദൈവത്തിന് സംസാരിക്കാനുള്ളതിൻ്റെ എല്ലാം ഒരു ആദിമ നിദർശനമോ ഒരു മാതൃകാരൂപമോ ആയിരുന്നു, അല്ലെ ആകണമായിരുന്നു യഹൂദർ. അപ്പോൾ അതുകൊണ്ട് യഹൂദൻ്റെ ജീവിതത്തിലെ എല്ലാ ദൈവാനുഭവത്തിൻ്റെ ഘട്ടങ്ങളും കൃത്യമായി ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ജനതകൾക്ക് ഒരു പാഠമാണ്. ഈ ബൈബിൾ
ഒരു ജനതയുടെ ദൈവാനുഭവത്തിൻ്റെ ഗ്രന്ഥം മാത്രമല്ല. ബൈബിൾ സകല ജനതകൾക്കും വേണ്ടിയുള്ള ദൈവാന്വേഷണത്തിന് സഹായകരമായൊരു ഗ്രന്ഥമാണ്. കാരണം ദൈവം ഒരു ജനതയോട്, യഹൂദരെന്ന് ഒരു ജനതയോട് ഇടപെട്ടത് എല്ലാ ജനതകൾക്കും വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ആശയത്തിലാണ് ദൈവം ഈ യഹൂദരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യഹൂദന് സകല ജനതകൾക്കും വേണ്ടി ഒരു നിയോഗം ഉണ്ടായിരുന്നു. ഇത് പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യഹൂദർ ഈ ഒരു അവബോധത്തിലേക്ക് എത്തുകയോ ആ ഒരു ദൈവനിയോഗത്തെ തിരിച്ചറിയുകയോ ചെയ്തില്ല. അവർ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയ ഒരു ജനതയായിട്ട് വളർന്നുകൊണ്ടേയിരുന്നു. എല്ലാ അർത്ഥത്തിലും അവർ മറ്റ് ജനതകളെ മാറ്റി നിർത്തി മറ്റ് ജനതകളെ വിട്ട് വേർപിരിയണമെന്ന ദൈവകൽപ്പനയെ തങ്ങളുടേതായ വിധത്തിൽ വ്യാഖ്യാനിച്ചെടുത്തവർ മറ്റ് ജനതകളോട് കൃത്യമായ അകലം പുലർത്തുകയും അവരിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്ത് യഥാർത്ഥത്തിൽ ഈ ജനതകൾക്ക് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള യഹൂദൻ്റെ നിയോഗം സാക്ഷാത്കരിക്കപ്പെടാതെ പോയി. ഇതൊന്നും മനസ്സിലിട്ടേക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജെൻറ്റൈൽ കോർട്ട്, ദേവാലയത്തിലെ ആ വിജാതീയരുടെ ഇടം എന്ന് പറയുന്നത് ഈ സകല ജനതകൾക്കും വേണ്ടിയുള്ള യഹൂദൻ്റെ നിയോഗത്തിൻ്റെ ഒരു സിമ്പലായിരുന്നു ഈ ജെൻറ്റൈൽ കോർട്ട്. വിജാതീയരിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള യഹൂദൻ്റെ ദൈവനിയോഗത്തിൻ്റെ അടയാളമായിരുന്നു, ഓർമ്മപ്പെടുത്തലായിരുന്നു. ആ ഓർമ്മപ്പെടുത്തലിൻ്റെ നെഞ്ചിലാണ് യഹൂദൻ ഈ കച്ചവടം നടത്തിയത്. ആ ദൈവനിയോഗത്തിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്നാണ്, ചങ്കിൽ കയറിയിരുന്നാണ്, നെഞ്ചിൽ കയറിയിരുന്നാണ് ഈ കാളക്കച്ചവടം നടത്തിയത്. നിങ്ങൾക്കിതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എല്ലാ ജനതകളും ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി ദൈവം ഈ ജനതയ്ക്കൊരു നിയോഗം കൊടുക്കുകയും ആ നിയോഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലെന്ന വണ്ണം ദേവാലയത്തിൽ വിജാതീയർക്ക് വന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒരു സ്ഥലം തീരെഴുതി കൊടുക്കുകയും ചെയ്തപ്പോൾ ആ ദൈവനിയോഗത്തിൻ്റെ നെഞ്ചിലാണ് ഈ കാളക്കച്ചവടവും ആട് കച്ചവടവും പ്രാവ് കച്ചവടവും യഹൂദൻ നടത്തിയത്. ഞാനിത് പറയുന്നതെന്നറിയാം, എൻ്റെ ഉള്ളിലിത് പറയുമ്പോൾ വലിയ ഭാരമുണ്ട്. ഇത് അന്നത്തെ യഹൂദൻ്റെ സ്ഥാനത്ത് ഇന്നത്തെ സഭ നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സഭയുടെ നിയോഗം എല്ലാ ജനതകളും വന്ന് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു ലോക്കുസ്, ഒരു പ്ലേസ്, ഒരു സംഗമ ബിന്ദുവാണ് സഭ. സകല ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ് സഭ. എല്ലാ ജനതകളെയും ദൈവത്തിലേക്ക് കൂട്ടിമുട്ടിക്കുന്ന ആ സംഗമ സ്ഥലമാണ് സഭ. എന്ന് പറഞ്ഞാൽ സഭയ്ക്കെന്ന് ഞാൻ പറയുമ്പോൾ ഒരു സിസ്റ്റത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. സഭയെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക്, നിനക്ക്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്ക്, ഈ സകല ജനതകളോടും ഒരു നിയോഗമുണ്ട്. ആ നിയോഗം സകല ജനതകൾക്കും യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന നിയോഗമാണ്. സകല ജനതകൾക്കും യേശുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു സംഗമസ്ഥലമായി മാറുക എന്നതാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഈ നിയോഗത്തിൻ്റെ നെഞ്ചിലാണ് നമ്മുടെ ഇന്നത്തെ കച്ചവടങ്ങളെല്ലാം തന്നെ. ഈ നിയോഗത്തെ നോക്കി പരിഹസിച്ചുകൊണ്ടാണ് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നാം അഭിരമിച്ചുകൊണ്ടിരിക്കുന്നു, നാം ആനന്ദം കണ്ടെത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാനൊരു കെട്ടിടത്തിൽ താമസിക്കുന്നു. ഞാനതിനെ കെട്ടിടമെന്ന് മാത്രം വിളിക്കുന്നു. ഞാനൊരു കെട്ടിടത്തിൽ താമസിക്കുന്നു. ആ കെട്ടിടത്തിന് ഒരു ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ. അതായത് യേശുവിനെ സകല ജനതകളും കണ്ടുമുട്ടാനുള്ള ഒരു സ്ഥലമാണ് ഈ കെട്ടിടവും ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവരും. അപ്പോൾ ഈ കെട്ടിടത്തിലും ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവരിലും യേശുവിനെ ജനതകൾക്ക് വെളിപ്പെടുത്താൻ ഉതകുന്ന യാതൊന്നും ഇല്ലാതിരിക്കുകയും അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്തിട്ട് അത് ദൈവനാമത്തിലുള്ള ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചാട്ടവാറുമായി നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ കയറി വരാൻ വെമ്പി നിൽക്കുന്ന ഒരു മിശിഹായെ നാം ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ പൂമുഖങ്ങളിൽ ഒരു ചാട്ടവാറ് ചുഴറ്റുന്ന ശബ്ദം നമുക്ക് കാതോർത്താൽ കേൾക്കാം.
ഈ ചാട്ടവാറ് ചുഴറ്റുന്ന ശബ്ദം നമുക്ക് കാതോർത്താൽ കേൾക്കാം. കാരണം നമ്മൾ ഇന്ന് ഈ കച്ചവടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കച്ചവടമാവുകയാണ്. എനിക്ക് പലപ്പോഴും സങ്കടമുണ്ട്. അതായത് ലാഭം കൊയ്യാനുള്ള ഒരു മേഖലയല്ല സുവിശേഷ വേലയോ ആത്മീയ ശുശ്രൂഷകളോ ദേവാലയങ്ങളോ പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ. എല്ലാം നടത്തിക്കൊണ്ടു പോകുവാൻ പണം ആവശ്യമാണ്. പക്ഷേ എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത് പണത്തിനു വേണ്ടിയല്ല. അപ്പോൾ ഈ ഒരു അതായത് ദൈവനിയോഗങ്ങൾക്ക് മീതെ കച്ചവടത്തിൻ്റെ കരിമ്പടം വന്ന് വീണ, കച്ചവടത്തിൻ്റെ രാക്ഷസൻ വന്ന് അതിൻ്റെ മുകളിൽ പതിച്ച ഒരു 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 തലതിരിഞ്ഞ ഗതികെട്ട കാലത്തിൻ്റെ കുറ്റബോധങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറം അതെങ്ങനെ പറയണം എന്നെനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും നമുക്ക് ഈ കർത്താവിൻ്റെ ചാട്ടവാറടികളെ നാം ഭയപ്പെടേണ്ടതുണ്ട്. എല്ലാ ജനതകളും ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ആത്മീയ ശുശ്രൂഷാ വേദികളെല്ലാം തന്നെ. അപ്പോൾ അത് സ്കൂളിൽ ഈ വരുന്ന ജനത യേശുവിനെ കണ്ടുമുട്ടണം. ആശുപത്രിയിൽ ഈ വരുന്ന ജനത യേശുവിനെ കണ്ടുമുട്ടണം. നമ്മുടെ അഗതി മന്ദിരങ്ങളിൽ, ആതുരാലയങ്ങളിൽ, അനാഥാലയങ്ങളിൽ, നമ്മുടെ ആതുര ശുശ്രൂഷാ വേദികളിൽ, വിദ്യാഭ്യാസ ശുശ്രൂഷാ വേദികളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, നമ്മുടെ സെമിനറികളിൽ, ആശ്രമങ്ങളിൽ, നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ, സന്യാസാർത്ഥിനികളുടെ പരിശീലന സ്ഥലങ്ങളിൽ, എല്ലായിടങ്ങളിലും, ധ്യാനകേന്ദ്രങ്ങളിൽ, ദേവാലയങ്ങളിൽ, എല്ലായിടങ്ങളിലും സകല ജനതയും യേശുവിനെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു ചാട്ടവാറടിയെ നാം ഭയപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ വിജാതീയർ വരുമ്പോൾ എന്താ കാണുന്നത് കച്ചവടം. അതായത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ നമ്മിൽ എന്താ കാണുന്നത്? കച്ചവടം. ആ കച്ചവടം എന്തുമാത്രം യേശുവിനെ കൊടുക്കും. അപ്പോൾ ഇത് യോഹന്നാൻ നമ്മളെ നോക്കി വല്ലാത്ത രൂക്ഷമായ ഒരു ഭാഷയിലും ഭാവത്തിലും നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്ന് വളരെ എളിമയോടെ എനിക്ക് നിങ്ങൾക്കും അത് സ്വീകരിക്കാം. അപ്പോൾ ഇനി ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവാണ് പുതിയ ദേവാലയം. ജീസസ് ആസ് ദി ന്യൂ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? യേശുവാണ് പുതിയ ഉടമ്പടി പ്രകാരമുള്ള ദേവാലയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ഒന്ന്, യേശുവാണ് ദേവാലയം എന്ന് പറയുമ്പോൾ ദേവാലയം നാം ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ്, ദൈവത്തെ നാം മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ യേശു ദേവാലയം എന്ന് പറയുമ്പോൾ യേശുവിലാണ് നാം പിതാവിനെ കണ്ടുമുട്ടുന്നത്. ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശുവിലാണ് നാം ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ജീസസ് ഈസ് ദ മീറ്റിംഗ് പോയിൻറ്റ് വെയർ വി മീറ്റ് ദ ഫാദർ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യേശു ദേവാലയം എന്നതിൻ്റെ അർത്ഥം യേശുവിലാണ് നാം ദൈവത്തെ മീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ അർത്ഥം നമ്മൾ യോഹന്നാൻ 1:14 അതുപോലെ തന്നെ 51 കണ്ടു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വം ഇറങ്ങി വന്ന് യേശുവിൽ ആവസിച്ചു. യേശുവാണ് ദേവാലയം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി നിറഞ്ഞു നിൽക്കുന്ന ദൈവപുത്രനാണ് യേശു. ദൈവമഹത്വം യേശുവിലാണ്. ആ അർത്ഥത്തിലും യേശുവിനെ ദേവാലയമായിട്ട് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നു. ഇനി മൂന്നാമതായിട്ട്, യേശുവിലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും. സത്യം ദൈവപുത്രനാണ്. ആത്മാവിലും സത്യത്തിലുമാണ് നാം പിതാവിനെ ആരാധിക്കുന്നത്. അതായത് വി വർഷിപ്പ് ഗോഡ് ഇൻ ജീസസ്. അതുകൊണ്ടാണ് ലത്തീൻ കുർബാനെ ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ദ യൂണിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവെ അങ്ങേക്ക് ആരാധന എന്ന് പറയുന്ന കാരണം വി വർഷിപ്പ് ഗോഡ് ഇൻ ജീസസ്, ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ യേശു ദേവാലയമാണെന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം ഇൻ ജീസസ്, ഇറ്റ് ഈസ് ഇൻ ജീസസ് വെയർ വി വർഷിപ്പ് അവർ ഗോഡ്. നാലാമത്തേത്, ഈ യേശുവിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ കരയറ്റപ്പെടുന്നത്. അല്ലെങ്കിൽ യേശുവാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഈ ദേവാലയത്തിൽ വെച്ചാണ് നാം പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ യേശു ദേവാലയം എന്ന് പറയുമ്പോൾ യേശുവിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പിതാവിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നാം പറയുന്നത്, പിതാവ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി പിതാവ് അത് ചെയ്തു തരും. അപ്പോൾ യേശുവിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് 2-ാം അധ്യായത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 13 മുതലുള്ള വാക്യങ്ങളിൽ ദേവാലയം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഓരോ എപ്പിസോഡും ഓരോ ഭാഗങ്ങളും സാമാന്യം ദീർഘമായിട്ടാണ് നമ്മൾ വിശദീകരിച്ച് പോകുന്നത്. അത് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമുക്കിത് ഓടിച്ചു വിടാൻ പറ്റുന്ന ഒരു വചനഭാഗമല്ല, സുവിശേഷമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടി വരാം. പക്ഷെ അതൊന്നും നമ്മെ സംബന്ധിച്ച് ഒരു വ്യർത്ഥമായ അധ്വാനമല്ല. അതിൽ നിന്നെല്ലാം നിധികളാണ് നമുക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സന്തോഷം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത വാക്യം 22 മുതൽ വായിക്കാം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. വചനം വിശ്വാസയോഗ്യമാണ്. വചനത്തിൽ എഴുതപ്പെട്ടതെല്ലാം സത്യമാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി കർത്താവിൻ്റെ അരുളപ്പാടുകളെ വിശ്വസിക്കാം. അത് നമ്മൾ ഈ വചനഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 23-ാമത്തെ തിരുവചനം, പെസഹാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. പെസഹാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശുവിൽ അനേകം പേർ വിശ്വസിച്ചു, യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശുവിൽ വിശ്വസിച്ചവരെ യേശു വിശ്വസിച്ചില്ല. ഞാൻ പിന്നീട് സമയമെടുത്ത് ഈ ഒരാശയം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശദീകരിക്കാം. യേശുവിൽ വിശ്വസിച്ചവരെ യേശു വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഇനി പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് എന്തുകൊണ്ട് യേശു അവരെ വിശ്വസിച്ചില്ല. പ്രധാനമായും 2 കാരണങ്ങളാണ് അതിന് പിന്നിലുള്ളത്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, മനുഷ്യൻ അടിസ്ഥാനപരമായി തിന്മയിലേക്ക് ചായ്വുള്ളവനാണെന്നും മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുമാത്രം തിന്മയുണ്ടെന്നും മനുഷ്യൻ അവിടെയായി ചിലപ്പോഴായി ചില നന്മയുടെ ഭാവങ്ങൾ കാണിക്കുമ്പോഴും അടിസ്ഥാനപരമായി മനുഷ്യനിൽ തിന്മയുടെ ആധിക്യമുണ്ട് എന്ന തിരുവചന സത്യം. എല്ലാവരും പാപത്തിന് അധീനരാണ്. അല്ലെ റോമാലേഖനം പറയുന്നത് പോലെ നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് പറയുന്ന ആശയങ്ങൾ സൂചിപ്പിക്കുന്ന വിധത്തിൽ മനുഷ്യൻ്റെ ദ എസെൻഷ്യൽ സിൻഫുൾനെസ് ഇൻ മാൻ, മനുഷ്യനിലുള്ള അടിസ്ഥാനപരമായ തിന്മയുടെ സഹജവാസനകൾ, തിന്മയുടെ ഭാവങ്ങൾ, ഇതിനെക്കുറിച്ച് ദൈവമെന്ന നിലയിൽ യേശുവിന് വ്യക്തത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ചെപ്പടി വിദ്യകളൊന്നും കണ്ടാൽ യേശു മനുഷ്യനെ വിശ്വസിക്കില്ല എന്ന് പറയുന്നത്. അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചു. രണ്ടാമത്തേത് എന്തെന്നറിയാം, ഇവരിപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. കാരണം കാനായിലെ കല്യാണ വിരുന്നിൽ ചെയ്ത അത്ഭുതവും അതുപോലെ തന്നെ ജെറുസലേമിൽ യേശു ചെന്ന് കഴിഞ്ഞപ്പോൾ ചെയ്ത അടയാളങ്ങളും, ഇതിപ്പോൾ എന്താണെന്ന് യോഹന്നാൻ വിവരിച്ചിട്ടില്ല, പക്ഷേ ജെറുസലേമിൽ യേശു അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ജെറുസലേമിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ടാണ് ഇവർ വിശ്വസിക്കുന്നത്. അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഒരു അത്ഭുത പ്രവർത്തകനായി യേശുവിനെ വിശ്വസിക്കുന്ന ആളുകളോടും പ്രസ്ഥാനങ്ങളോടും ശുശ്രൂഷകളോടും ഒന്നും കർത്താവിന് വലിയ മമതയില്ല. അത്ഭുതങ്ങൾ കണ്ടതിൻ്റെ പേരിൽ യേശുവിനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യങ്ങളോട് യേശുവിന് മമതയില്ല. ഹി ഡസൻറ്റ് ട്രസ്റ്റ് പീപ്പിൾ ഹൂ ബിലീവ് ഓൺ ദ ബേസിസ് ഓഫ് സീയിങ് മിറക്കിൾസ്. ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പീരിയൻസിങ് മിറക്കിൾസ് പീപ്പിൾ ബിലീവ് ഇൻ ജീസസ്, ബട്ട് ജീസസ് ഡോണ്ട് ബിലീവ് ഇൻ ദം. അത് വളരെ കൃത്യമായിട്ട് സുവിശേഷം പറയുകയാണ്, കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ബിക്കോസ് ദേ ബിലീവ്ഡ് നോട്ട് ഇൻ ദ പേഴ്സൺ ബട്ട് ഇൻ ഈസ് മിറക്കിൾസ്. വ്യക്തിയിലല്ല, യേശു എന്ന വ്യക്തിയിലോ അവൻ്റെ രക്ഷയിലോ അല്ല ആളുകൾ വിശ്വസിച്ചത്, മറിച്ച് അവൻ ചെയ്ത അത്ഭുതങ്ങളിലാണ് അവർ വിശ്വസിച്ചത്. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല.
കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. 2-ാം അധ്യായം അങ്ങനെ അവസാനിക്കുകയാണ്. കർത്താവിന് നന്ദി പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ.